ഹായ്. അപ്പോൾ ഇന്ന് സ്വാഭാവികതയെപ്പറ്റിയും ധാർമ്മികതയെപ്പറ്റിയും സംസാരിക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനു മുമ്പ് ഒരു ഡിസ്ക്ലൈമർ പറയേണ്ട കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ചെയ്യുന്ന ഏതൊരു വീഡിയോയിലും ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ അവബോധത്തിൽ നിന്നും അനുഭവത്തിൽ നിന്നും സ്വയമേവ ഇപ്പോൾ ഈ പറയുന്ന നിമിഷത്തിൽ ഞാൻ പറയുന്ന കാര്യമാണ്. ഇത് ബേസിക്കലി ഞാനാണോ പറയുന്നതെന്ന് പോലും എനിക്കറിയില്ല. ഇത് സംഭവിക്കുകയാണ്. ഞാൻ എല്ലാ കാര്യവും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ പോലും അങ്ങനെ വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതായത് സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഞാൻ എഴുതി പഠിച്ച് പ്ലാൻ ചെയ്ത് പറയുന്ന കാര്യങ്ങളല്ല ഇത്. ഞാൻ എപ്പോഴാണ് ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് പോലും എനിക്കറിയില്ല. എനിക്ക് തോന്നുന്ന സമയത്ത് അങ്ങ് ചെയ്യുകയാണ്. സോ ബേസിക്കലി ഈ പറയുന്ന കാര്യങ്ങളെപ്പറ്റി പിന്നീട് ചോദിച്ചാൽ ചിലപ്പോൾ എനിക്ക് ഓർമ്മ തന്നെ ഉണ്ടായെന്ന് വരില്ല. പറഞ്ഞതന്നേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികതയും ധാർമ്മികതയും, നമ്മുടെ ഈ സ്പിരിച്വൽ ലൈഫ് ഫോളോ ചെയ്യുന്ന ആളുകൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. നമ്മൾ ഇതുപോലെ പെരുമാറണം, ഇതുപോലെ ചെയ്യണം, ഇന്ന കാര്യം പ്രാക്ടീസ് ചെയ്യണം, നമ്മൾ വെജിറ്റേറിയൻ ആയിരിക്കണം, നമ്മൾ നോൺ വെജ് കഴിക്കാൻ പാടില്ല, അഹിംസ ചെയ്യാൻ പാടില്ല, അങ്ങനെ ഒരുപാട് ചിന്താഗതികളുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെ സ്ഥായിയായില്ല. എല്ലാം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് സ്ഥായിയായ ഒരു മൊറാലിറ്റിയും ഇല്ല എന്നുള്ളതാണ് സത്യം. എന്നുവെച്ചാൽ ധാർമ്മികത എപ്പോഴും ഒന്നല്ല. അതായത് ഒരാളെ കൊല്ലുന്നത് തെറ്റാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഒരു 2 വയസ്സുള്ള ഒരു കുഞ്ഞിനെ ഒരാൾ റേപ്പ് ചെയ്ത് കൊല്ലാൻ നോക്കുന്ന സമയത്ത് ആ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ അയാളെ കൊന്നു കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന ആക്ട് അപ്പോഴും കൊലപാതകമാണ്. പക്ഷേ ധാർമ്മികപരമായ തെറ്റാണോ? ഈ കൊലപാതകം എന്ന് പറയുന്ന ആക്ട് തെറ്റാണെന്ന് നമുക്ക് ആ സാഹചര്യത്തിൽ പറയാൻ സാധിക്കും. ഇതൊരു ഉദാഹരണമാണ്. നമ്മുടെ ജീവിതത്തിലെ എത്ര ചെറിയ കാര്യത്തിലായാൽ പോലും ഇത് വളരെ ബാധകമാണ്. സത്യവും ധർമ്മവും ന്യായവും നീതിയും ഒന്നും സ്ഥായിയല്ല. ഇതിനൊന്നും ഐഡിയൽ കണ്ടീഷൻസ് ഇല്ല. ഇതെല്ലാം ഇങ്ങനെ മാറി 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 വന്നുകൊണ്ടിരിക്കും. ഇവിടെ സ്ഥായിയായിട്ട് ഉണ്ടാവാൻ പാടുള്ള ഒരേ ഒരു കാര്യം സ്വാഭാവികതയാണ്. ഒത്തൻറ്റിസിറ്റി എന്ന് പറയുന്ന കാര്യം. ഓഷോ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ടാവോ ജിതിങ്ങിൽ നമ്മുടെ ലാവോത്സു എന്ന് പറയുന്ന ആൾ പറഞ്ഞതുപോലെ, താവോയിസമൊക്കെ എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും എന്ന് പ്രതീക്ഷിച്ചാണ് ഞാൻ പറയുന്നത്. അതിൽ താവോ ടീച്ചിങ്ങിൽ ലാവോത്സു പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നു. അതായത് എവിടെയാണോ ഒത്തൻറ്റിസിറ്റി അല്ലെങ്കിൽ സ്വാഭാവികത നഷ്ടപ്പെടുന്നത് അവിടെ മൊറാലിറ്റി ഉദിക്കുമെന്ന്, അല്ലെങ്കിൽ ധാർമ്മികത ഉദിക്കുമെന്ന്. അതായത് നമ്മൾ പലപ്പോഴും ജീവിതത്തിനൊരു ഒഴുക്കുണ്ട്. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും സ്വാഭാവികമായ ഒരു ഒഴുക്കുണ്ട്. ആ ഒഴുക്കിൻ്റെ കൂടെ നമ്മളിങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നാൽ നമ്മൾ ഓരോ നിമിഷത്തിലും എന്താണോ ശരി, അല്ലെങ്കിൽ എന്താണ് സംഭവിക്കേണ്ടത്, അത് നമ്മൾ പെരുമാറും ചെയ്യും. നമ്മൾ ചിന്തിച്ച് പ്ലാൻ ചെയ്ത് ആക്ട് ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയല്ല പറയുന്നത്. സ്വാഭാവികമായി നമ്മുടെ ജീവിതത്തിൽ ഒഴുകിപ്പോകുന്ന കാര്യമാണ്. അത് 24/7, അതായത് 24 മണിക്കൂറും എല്ലാ ദിവസവും സംഭവിച്ചു തുടങ്ങുമ്പോഴാണ് ശുദ്ധമായ ബോധം അല്ലെങ്കിൽ പ്യുവർ കോൺഷ്യസ്നെസ്സിൽ നമ്മൾ എത്തിയെന്ന് പറയാൻ സാധിക്കുന്നത്. പക്ഷെ അതിന് മുമ്പത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് അങ്ങനെ ഇരിക്കാൻ ശ്രമിക്കാൻ പറ്റും. അപ്പം ഈ നാച്ചുറൽ ഫ്ലോ എഫേർട്ടിൽ, അല്ലെങ്കിൽ നമ്മുടെ ശ്രമത്തിലൂടെ സംഭവിക്കേണ്ട ഒരു കാര്യമല്ല, അത് തന്നെ സംഭവിക്കണം. നമുക്കെന്താണ് ചെയ്യാൻ സാധിക്കുന്നത്? അതിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കാം. അതായത് ഒരു ചെടി നമ്മൾ നടുകയാണ്. നമ്മളവിടെ മണ്ണിൽ കുഴിച്ച് ആ സീഡ് കൊണ്ട്, അതായത് ആ വിത്ത് കൊണ്ട് വച്ച് മണ്ണിട്ട് വെള്ളമൊഴിച്ച് നല്ല വളമിട്ട് നമ്മളെന്താണ് അവിടെ ചെയ്യുന്നത്? നമുക്കതിന് വളരാനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കുകയാണ്. അല്ലാതെ ആ വിത്തിനകത്ത് നിന്ന് ചെടിയെ ഇങ്ങനെ വലിച്ച് പുറത്തോട്ട് വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കില്ല. എല്ലാ കാര്യവും അങ്ങനെ തന്നെയാണ്. സ്വാഭാവികത സംഭവിക്കാനും അതിനൊരു സിറ്റുവേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ഈ ഫോർമൽ മെഡിറ്റേഷനൊക്കെ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതായത് ഇതൊക്കെ തുടങ്ങുന്ന സമയത്ത് സ്വാഭാവികമായ മെഡിറ്റേഷൻ, അതായത് എപ്പോഴും നിലനിൽക്കുന്ന ആ ഒരു അവബോധം, അല്ലെങ്കിൽ ഒരു കോൺഷ്യസ്നെസ്, അല്ലെങ്കിൽ ഒരു അവയർനെസ് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം നമ്മൾ ആദ്യം പ്രാക്ടീസിലൂടെ ക്രിയേറ്റ് ചെയ്യുക. പിന്നെ ഫ്ലോ എന്ന് പറയുന്ന ആ പ്രോസസ്സ് തന്നെത്താനെ സംഭവിക്കണം. അത് സംഭവിച്ച് കഴിയുമ്പോൾ ലൈഫ് വളരെ സ്മൂത്തായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കും. അപ്പം ഞാൻ മനസ്സിലാക്കിയത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്, ഈ മൊറാലിറ്റി പിടിച്ചു നിൽക്കുന്ന ആളുകൾ പലരും, അല്ലെങ്കിൽ തെറ്റ് ശരിക്ക് വേണ്ടി വാദിക്കുന്ന ആളുകളെല്ലാവരും ഒന്നുകിൽ അവരത് പേടി കൊണ്ട് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ അവരുടെ മറ്റ് വീക്ക്നെസ്സിൽ നിന്ന് അവർക്ക് സ്വാഭാവികമായ ഒരു ഐഡൻറ്റിറ്റി ഇല്ലാതാവുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ഫ്ലോ ജീവിതത്തിൽ ഇല്ലാതാവുമ്പോൾ അവരൊക്കെ ഉയർത്തി കാണിക്കാൻ, അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ എന്തെങ്കിലും വേണം എന്നുള്ളത് കൊണ്ട് മാത്രം ചെയ്യുന്നതാണ്. അല്ലാതെ സ്വാഭാവികമായ മൊറാലിറ്റി എന്ന് പറയുന്നത് സ്ഥായിയായ തെറ്റും ശരിയുള്ളതല്ല. അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ്
മഹാഭാരതത്തിൽ യുദ്ധത്തിൽ എതിരാളികളായിട്ടുള്ള സ്വന്തം ബന്ധുക്കളെയും പ്രായമായവരെയും ഒക്കെ അർജുനന് കൊല്ലേണ്ടി വരുമെന്ന് അറിഞ്ഞിട്ടും ആ യുദ്ധം അവിടെ ചെയ്യാൻ വേണ്ടി ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞത്. കാര്യം എന്താണ്? സ്വാഭാവികമായി അതവിടെ സംഭവിക്കേണ്ട കാര്യമാണ്. കാലചക്രം എത്ര കറങ്ങിയാലും ഈ മഹാഭാരതം എന്ന് പറയുന്ന യുദ്ധം വീണ്ടും സംഭവിക്കുകയും ആ യുദ്ധത്തിൽ ഇത് തന്നെ വീണ്ടും വീണ്ടും സംഭവിക്കുകയും നമ്മളെ കരുക്കൾ മാറിയാലും വിധി മാറ്റാൻ സാധിക്കില്ല, കൊല്ലേണ്ടവരെ കൊന്നാലേ പറ്റുള്ളൂ എന്ന് സാക്ഷാൽ ശ്രീകൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാക്കാബുഷുണ്ടി എന്ന് പറയുന്ന ഒരു ചിരഞ്ജീവി നമ്മുടെ പുരാണങ്ങളിലുണ്ട്. എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. അദ്ദേഹം തന്നെ മഹാഭാരത യുദ്ധം നടക്കുന്നത് 16 തവണ കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. 16 തവണയും കരുക്കൾ മാറിയെങ്കിലും വിധിയെ മാറ്റാൻ ആർക്കും സാധിച്ചില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ധാർമ്മികത അല്ലെങ്കിൽ മൊറാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന, കെട്ടിപ്പിടിച്ച് വച്ചേക്കുന്ന, ഒരു ചങ്ങലക്കിട്ട് വച്ചേക്കുന്ന ഐഡിയോളജിയിൽ അല്ലെങ്കിൽ വിശ്വാസത്തിലൂടെ കൊണ്ടുപോകാൻ സാധിക്കുന്നൊരു കാര്യമല്ല. നമ്മൾ ശരിക്കും സ്വാഭാവികമാണ് പെരുമാറുന്നതെങ്കിൽ നമ്മളിൽ നിന്ന് ആർക്കും ഒരു ദോഷവും ഉണ്ടാവില്ല. നമ്മൾ ചെയ്യുന്നതെല്ലാം ഭംഗിയുള്ളതും നമ്മുടെ ചുറ്റുമുള്ളവർക്ക് സന്തോഷവും സമാധാനവും കൊടുക്കുന്ന കാര്യമായിരിക്കും. സോ ബേസിക്കലി നിങ്ങൾ ചെയ്യുന്ന യാതൊരു ആക്റ്റിലും നിങ്ങൾ സ്വാഭാവികത കൊണ്ടുവരാൻ ശ്രമിക്കുക. അതായത് ഒരു നാച്ചുറൽ ഫ്ലോ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഒന്നും ഫോഴ്സ് ചെയ്യരുത്. നമ്മൾ ആദ്യം ഒരു മെഡിറ്റേഷൻ്റെ ഒരു സ്റ്റാർട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ രീതിയിലുള്ള ഇങ്ങനെ 10 മിനിറ്റ് 15 മിനിറ്റ് ഒരേപോലെ ഇങ്ങനെ കടിച്ച് തൂങ്ങി ഫോഴ്സ് ചെയ്ത് ചെയ്യുന്ന മെഡിറ്റേഷൻ ചെയ്താൽ തെറ്റില്ല. പക്ഷേ ശരിക്കും സ്വാഭാവികതയിലേക്ക് കടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു നാച്ചുറൽ സ്മൂത്ത് ലൈഫിലേക്ക് നിങ്ങൾ എത്തുന്ന നിമിഷം നിങ്ങളിതെല്ലാം ഉപേക്ഷിക്കേണ്ടി വരും. അതായത് മെഡിറ്റേഷൻ പോലും ഉപേക്ഷിക്കേണ്ടി വരും. മെഡിറ്റേഷൻ പിന്നെ സ്വാഭാവികമായി സംഭവിക്കുന്നൊരു കാര്യമാണ്. അല്ലാതെ ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്ന ആക്ടിവിറ്റി നിങ്ങളുടെ കുട്ടിക്കാലം മുതൽ അല്ലെങ്കിൽ ഇനി മരിക്കുന്ന കാലം വരെയും കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എക്സസൈസ് അല്ല. ഈ എക്സസൈസും മെഡിറ്റേഷനും തമ്മിൽ പല ആൾക്കാരും തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഇതൊരു മെൻ്റൽ എക്സസൈസ് അല്ല. മെൻ്റൽ എക്സസൈസുകളുണ്ട്, മൈൻഡ്ഫുൾനെസ് വഴിയും അല്ലെങ്കിൽ ബ്രത്തിൽ ഫോക്കസ് ചെയ്യുന്നതൊക്കെ വെച്ച് എക്സസൈസ് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. അതിന് ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റും കിട്ടുമായിരിക്കാം. പക്ഷേ നിങ്ങളുടെ സ്വാഭാവികതയും നിങ്ങളുടെ യാഥാർത്ഥ്യവും തിരിച്ചറിയാൻ അത് സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എൻ്റെ അനുഭവം അങ്ങനെയല്ല. സോ സ്വാഭാവികത നിങ്ങൾക്ക് സംഭവിക്കട്ടെ. താങ്ക് യു.